എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു ഹൽവ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ വളരെ അടിപൊളിയാണ്. പെട്ടെന്ന് തയ്യാറാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് നമ്മൾ സമയം എടുത്ത് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അധികം മൂപ്പെത്താത്ത ക്യാരറ്റാണ്, അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഒരുപാട് മൂപ്പെത്താത്ത ക്യാരറ്റ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. നല്ല ഓറഞ്ച് കളറുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ഹോളിലൂടെ ഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊന്ന് അളന്നെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കപ്പിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അളക്കുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും അതേ കപ്പിൽ തന്നെ അളന്നെടുക്കുക. അപ്പോൾ ഇവിടെ 4 കപ്പ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒന്നുരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ 4 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് ഈ നെയ്യിൽ കിടന്ന് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് കുറച്ചൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പോൾ 4 കപ്പ് ക്യാരറ്റിന് 4 കപ്പ് പാല് വേണം. അപ്പോൾ ഇത് ഫുൾ ഫാറ്റ് പാലാണ്, അതായത് പാട നീക്കാത്ത കൊഴുപ്പുള്ള പാലാണ്. അപ്പോൾ 4 കപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരേ കപ്പിലാണ് എല്ലാം അളന്നെടുക്കുന്നത്, അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു പാലിൽ കിടന്ന് ഈ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വരണം. അപ്പോഴാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് കുറുകി വരാൻ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട്, അപ്പോൾ ഈ പാല് നന്നായി വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കളറൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കളർ ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം, കളറും ചേർക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. തരികളോട് കൂടിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ 4 കപ്പ് ക്യാരറ്റിന് 1 കപ്പ് പഞ്ചസാര. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി ഈ പഞ്ചസാരയും നെയ്യും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിനി ഒരു അരമണിക്കൂർ കൂടെ കഴിയുമ്പോഴാണ് ഈ ക്യാരറ്റ് ഹൽവ നന്നായിട്ട് കുക്കായി വരുന്നത്. പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഒരു നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അവസാനം ചേർക്കാം നിങ്ങൾക്ക്, ഇപ്പോൾ ചേർത്താൽ ഒന്നുകൂടി നന്നായിട്ടത് മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരുവത്തിന് നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ട് എണ്ണയൊക്കെ തെളിയുന്ന ഒരു പരുവുണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിൽ എടുക്കുമ്പോഴാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതിപ്പം പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹൽവ പോലെ തന്നെ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് ലഡു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് ക്യാരറ്റ് ഹൽവ. ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ നമ്മൾ തയ്യാറാക്കിയെടുത്തു. ഇതിന് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് പിസ്തയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാണ്. നന്നായിട്ടിത് ഹൽവയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്